السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله حيثما كنتم. ആദരണീയരായ പണ്ഡിതന്മാരെ, സംഘാടകരെ, ഈ മനോഹരമായ സമ്മേളനത്തിലേക്ക് എത്തിച്ചേർന്ന പിതൃതുല്യരായ, മാതൃതുല്യരായ ജ്യേഷ്ഠ സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയ സുഹൃത്തുക്കളെ, ആദർശ ബന്ധുക്കളെ, ആദർശ പ്രബോധന രംഗത്ത് വിശ്രമമില്ലാതെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന യൂത്തിൻ്റെയും സ്റ്റുഡൻസിൻ്റെയും ഒക്കെ സക്രിയരായ, സജീവരായ പ്രവർത്തകന്മാരെ, ഈ ശബ്ദത്തെ അടുത്തുനിന്നും ദൂരെ നിന്നും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മാന്യരായ ഈ നാട്ടിലെ ശ്രോതാക്കളെ, അല്ലാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുന്ന സൽക്കർമ്മമായി, പുണ്യകർമ്മമായി, സുഹൃതമായി ഈ ഫാമിലി കോൺഫറൻസിനെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. സംഘാടകർ ലക്ഷ്യം വെച്ചതുപോലെ ഈ ഒരു ചിലവേറിയ പ്രോഗ്രാമിലൂടെ സംഘാടകർ ലക്ഷ്യം വെച്ചതുപോലെ എന്ന് ഞാൻ ആവർത്തിക്കുകയാണ്, ആളുകൾക്കിടയിലേക്ക് അള്ളാഹുവിൻ്റെ ദീന് വക്രതയില്ലാതെ, വളച്ചൊടിക്കലുകളില്ലാതെ, കൂട്ടിച്ചേർക്കലുകളില്ലാതെ, വെട്ടിച്ചുരുക്കലുകളില്ലാതെ അള്ളാഹുവിൻ്റെ ദീന് മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് എത്തുവാനുള്ള ഒരു കാരണമായി, ഒരു ടേണിംഗ് പോയിൻ്റായി ഈ സമ്മേളനം മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയും അഭിലഷിക്കുകയും കൊതിക്കുകയും മോഹിക്കുകയും ചെയ്യുന്നതിനപ്പുറം പ്രപഞ്ചരക്ഷിതാവായ അള്ളാഹുവിനോട്, അള്ളാഹുവേ കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, ലക്ഷ്യത്തിലേക്ക് ഇതിനെത്തിക്കണേ അല്ലാ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഫാമിലി കോൺഫറൻസ് എന്ന് പറയുമ്പോൾ ഫാമിലിയുടെ ഒരു ചർച്ച സ്വാഭാവികമായി അതിലുണ്ടാകുമെന്നത് സംശയമില്ലാത്ത കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ചെറിയ സമയത്തിനുള്ളിൽ ഒതുങ്ങി നിന്ന് സുപ്രധാനമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനുണ്ട്. എൻ്റെ സംസാരാനന്തരം ബഹുമാന്യനായ ഹുസൈൻ സലഫിയുടെ ഒരു വലിയ സംസാരം തന്നെ ഇവിടെ നടക്കാനുമുണ്ട്. എല്ലാം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ഒരു കുടുംബം എന്ന് പറയുമ്പോൾ, ഓർക്കുമ്പോൾ ആ കുടുംബത്തിൽ അംഗങ്ങളെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. ഉമ്മയും ഉപ്പയും മാതാവും പിതാവുമൊക്കെ അടങ്ങുന്ന, ഭാര്യയും ഭർത്താവും അടങ്ങുന്ന, മക്കളടങ്ങുന്ന ഒരു കുടുംബ ചിത്രം നമ്മുടെ മനസ്സിലേക്ക് കുടുംബം എന്ന് പറയുമ്പോൾ തന്നെ പ്രവേശിക്കും. ലോകത്തിൻ്റെ രക്ഷിതാവായ അല്ലാഹു തആല അവൻ്റെ അപാരമായ അനുഗ്രഹമായി, ദൃഷ്ടാന്തമായിട്ടാണ് കുടുംബമായി ജീവിക്കുക എന്ന സംവിധാനത്തെ അല്ലാഹു പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ ചില ആളുകൾ പാട്ടുപാടി സമൂഹത്തെ പഠിപ്പിച്ച ചില വരികളുണ്ട്. പാറി നടക്കും പറവകളൊന്നും വേളി കഴിക്കാറില്ല എന്ന്. അതുകൊണ്ട് മനുഷ്യർക്ക് എന്തിനാണ് വിവാഹത്തിൻ്റെ ചില കരാറുകൾ? ഒരാണും പെണ്ണും തമ്മിൽ എന്തിനാണ് വിവാഹം എന്ന് പറയുന്ന ഒരു മതത്തിൻ്റെ ലേബലിൽ പള്ളിയിലോ ചർച്ചിലോ അമ്പലത്തിലോ വെച്ച് നടക്കുന്ന താലികെട്ടോ നിക്കാഹോ, അതുപോലെ ഏത് പേര് വിളിച്ചാലും എന്തിനാണ് ആ അർത്ഥത്തിലുള്ള ചില
നിയമക്കുരുക്കുകൾ എന്ന് ചോദിച്ച മനുഷ്യർ ലോകത്തുണ്ട്. കഴിഞ്ഞുപോയ സംസാരത്തിലൂടെ നിങ്ങൾ അതിൻ്റെ ചില വശങ്ങൾ ഇവിടെ കേട്ടിട്ടുണ്ടാവും. പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹു തആല അവന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ടാണ്, ദൃഷ്ടാന്തം എന്ന് പറഞ്ഞുകൊണ്ടാണ് വിവാഹത്തെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. സൂര്യനും ചന്ദ്രനുമൊക്കെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തവും അനുഗ്രഹവുമാണെങ്കിൽ, സാങ്കല്പിക അച്ചുതണ്ടിൽ കറങ്ങുന്ന ഭൂമി അള്ളാഹുവിന്റെ ദൃഷ്ടാന്തവും അനുഗ്രഹവുമാണെങ്കിൽ, ഗോളമണ്ഡലങ്ങൾ അതിന്റെ ഓർബിറ്റലുകളുടെ സഞ്ചരിക്കുന്നത് സർവശക്തനായ റബ്ബിന്റെ ദൃഷ്ടാന്തവും അനുഗ്രഹവുമാണെങ്കിൽ, വിവാഹം എന്നത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തവും അനുഗ്രഹവുമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ ലോക മനുഷ്യരെ പഠിപ്പിച്ചിട്ടുള്ളത്. നമുക്കൊക്കെ അറിയുന്ന ഒരു ആയത്തിലൂടെ നമുക്ക് വേഗം പ്രവേശിച്ചു പോകാം. وَمِنْ آيَاتِهِ أَنْ خَلَقَ لَكُم مِّنْ أَنفُسِكُمْ أَزْوَاجًا لِتَسْكُنُوا إِلَيْهَا. അവിടെ അതിന്റെ അർത്ഥം എന്താണ്? ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ അപാരമായ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് നിങ്ങൾക്ക് വേണ്ട ഇണകളെ നിങ്ങളാകുന്ന വംശത്തിൽ നിന്ന് ഒരുക്കി തരിക എന്നത്. ലിതസ്കുനു ഇലൈഹ. എന്തിനാണ് വിവാഹം? സോദരിമാരെ, നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകേണ്ടതുണ്ട്. നിങ്ങളെ വിവാഹം കഴിക്കുന്ന പുരുഷന്, നിങ്ങളെ വിവാഹം കഴിക്കുന്ന ആണിന് നിങ്ങളിലൂടെ സമാധാനം ലഭ്യമാകാനാണ് എന്ന ഖുർആനിന്റെ പ്രയോഗം ഏറെ വിശദീകരിക്കേണ്ടതാണ്. അപ്പൊ സ്ത്രീകൾക്ക് സമാധാനം വേണ്ടേ? പുരുഷന്മാർക്ക് നിങ്ങളിൽ സമാധാനം കിട്ടാനെന്ന് പറയുമ്പോൾ സ്വാഭാവികമായി നിങ്ങൾക്ക് സമാധാനം വേണ്ടേ? നിങ്ങൾ പുരുഷന് സമാധാനം നൽകുമ്പോൾ, സ്വാന്തനത്തിൻ്റെ തലോടലുകൾ നൽകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, സമാധാനത്തിൻ്റെ വർത്തമാനങ്ങൾ പറയുമ്പോൾ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ ഒരുങ്ങുമ്പോൾ, തൻ്റെ ഭർത്താവും തൻ്റെ മക്കളുമൊക്കെയായി ഉള്ളത് കൊണ്ട് സന്തോഷത്തിലും ഏറ്റവും ആനന്ദത്തിലും ജീവിക്കാൻ നിങ്ങൾ ഒരുങ്ങുമ്പോൾ, അവർ ആ കുടുംബം എന്ന് പറയുന്ന ചിത്രം തന്നെ, ആ മൊത്തത്തിലുള്ള ആളുകൾ തന്നെ സമാധാന അന്തരീക്ഷത്തിലായി മാറും. ഇവിടെ അല്ലാഹു പറയലി തസ്കുനു ഇലൈഹ, നിങ്ങളിൽ അവർക്ക് സമാധാനം കിട്ടാൻ. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, ആ വിവാഹം കഴിക്കുന്നതിലൂടെ ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹു തആല ആണിന്റെയും പെണ്ണിന്റെയും ഹൃദയത്തിനുള്ളിലേക്ക് അങ്ങേയറ്റത്തെ പ്രേമവും വല്ലാത്ത കാരുണ്യവും അല്ലാഹു സന്നിവേശിപ്പിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞു, ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ, ചിന്തിക്കുന്ന ആലോചിക്കുന്ന ആളുകൾക്ക് ഇതിൽ കുറെ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു തആല ആയത്ത് അവസാനിപ്പിക്കുന്നത്. വിവാഹം എന്ന് പറയുന്ന സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കുന്നവർക്ക് അവന് അല്ലാഹു തആല ഒരുക്കി കൊടുക്കുന്ന ഇണയിലൂടെ, സ്ത്രീക്ക് പുരുഷനിലൂടെ, പുരുഷന് സ്ത്രീയിലൂടെ അല്ലാഹു ഒരുക്കി കൊടുക്കുന്ന കുടുംബം എന്ന് പറയുന്ന ചിത്രത്തിലൂടെ, വിവാഹത്തിലൂടെ, ദാമ്പത്യ ജീവിതത്തിലൂടെ ലോകരക്ഷിതാവായ അല്ലാഹു തആല വലിയ ദൃഷ്ടാന്തങ്ങൾ ചിന്തിക്കുന്നവർക്കും ആലോചിക്കുന്നവർക്കും നൽകുന്നുണ്ട് എന്ന് അല്ലാഹു തആല ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞു. അപ്പൊ നമ്മൾ ആരെയാണ് വിവാഹം കഴിക്കേണ്ടത്? ഞാൻ ഓടിച്ചു പോവുകയാണ്. ആരെയാണ് നമ്മൾ വിവാഹം കഴിക്കേണ്ടത്? സ്ക്രീനപ്പുറം ഇരിക്കുന്ന സ്ത്രീകളും മുന്നിലിരിക്കുന്ന പുരുഷന്മാരുമൊക്കെ വിവാഹം കഴിച്ചവരും കഴിക്കാത്തവരും ആലോചിക്കേണ്ടത്, നമ്മൾ ആരെയാണ് വിവാഹം കഴിച്ചത്, ആരെയാണ് വിവാഹം കഴിക്കേണ്ടത്? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ച വചനം നിക്കാഹിന്റെ ഖുത്ബകളിലൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തുൻകഹുൽ മർഅതു ലിഅർബ, 4 കാര്യങ്ങൾക്ക് വേണ്ടി ഒരു സ്ത്രീ വിവാഹം ചെയ്യപ്പെടാം. ലോകത്തങ്ങനെ വിവാഹങ്ങൾ നടക്കാം. ആ 4 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വിവാഹം നടക്കേണ്ടത് എന്നല്ല പറയുന്നത്. 4 കാര്യങ്ങൾക്ക് വേണ്ടി വിവാഹം ചെയ്യപ്പെട്ടേക്കാം. ഒന്ന് ലിമാലിഹ, നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന സ്ത്രീയുടെ സമ്പത്തിനെ പരിഗണിച്ചുകൊണ്ടാണ് ചില ആളുകൾ വിവാഹത്തിനൊരുങ്ങുക. ആ കുടുംബത്തിന്റെ സാമ്പത്തികമായ ബാക്ക്ഗ്രൗണ്ടുകളെ പരിശോധിച്ചുകൊണ്ടാണ്, ഇനി കിട്ടാനുള്ളതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടാണ്, ആ വാപ്പയുടെ കയ്യിൽ നിന്ന്, അവരുടെ സഹോദരങ്ങളുടെ കയ്യിൽ നിന്ന് അവർക്ക് കിട്ടാവുന്ന സാമ്പത്തികമായ ബെനിഫിറ്റിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടാണ് ചില ആളുകൾ വിവാഹം കഴിക്കുക. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായി പറഞ്ഞത്. 2, ഇതാ ലിമാലിഹ വലിഹസബിഹ വലിജമാലിഹ, ചില ആളുകൾ വിവാഹം കഴിക്കുന്നത് കുടുംബത്തിന്റെ പോരിശയും കുടുംബത്തിന്റെ പേരും അതിന്റെ പ്രശസ്തിയും ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ്, കുടുംബ മഹിമ പരിഗണിച്ചുകൊണ്ടാണ് ചില ആളുകൾ കല്യാണം കഴിക്കുക. ഞാൻ ഇന്ന കുടുംബത്തിലെ പെൺകുട്ടിയെയാണ് കല്യാണം കഴിച്ചത്, ഇന്ന ആളുടെ മകളെയാണ് കല്യാണം കഴിച്ചത്,
എന്ന വമ്പ് വർത്തമാനങ്ങൾ പറയാൻ, ഗർവിന്റെ പൊങ്ങച്ചത്തിന്റെ വർത്തമാനങ്ങൾ പറയാൻ അങ്ങനെ വിവാഹത്തെ പരിഗണിക്കുന്ന ആളുകളുണ്ട്. വലിജമാലിഹ, ഒരു സ്ത്രീയുടെ ഭംഗി മാത്രം പരിഗണിച്ചുകൊണ്ട് കല്യാണം കഴിക്കുന്ന ആളുകളുണ്ട്. വലിദീനിഹ, ദീനീ ബോധത്തെ, അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയും അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയും, 5 നേരം അതേ തെറ്റാതെ മുറതെറ്റാതെ നിസ്കാരം നടത്തുന്ന ഒരു സ്ത്രീയെ, പരലോക ചിന്തയുള്ള ഒരു സ്ത്രീയെ, നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ചെന്നു നിൽക്കേണ്ടവളാണ് എന്ന ബോധമുള്ള ഒരു സ്ത്രീയെ, അങ്ങനെയുള്ളൊരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നവരും ലോകത്തുണ്ട്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, നിന്റെ കൈ മണ്ണിൽ വെക്കേണ്ടി വന്നാലും, നിന്റെ കയ്യിൽ മണ്ണ് പുരളേണ്ടി വന്നാലും, എന്ന് പറഞ്ഞാൽ കൂലിപ്പണിയെടുത്ത് ജീവിക്കേണ്ടി വന്നാലും, പാറമടകളിൽ അധ്വാനിച്ച് ജീവിക്കേണ്ടി വന്നാലും, പ്രിയപ്പെട്ടവരെ, ഒരു പാവപ്പെട്ട കർഷകനായി പാടവരമ്പുകളിലും പാടത്തുമൊക്കെ അധ്വാനിച്ച് ജീവിക്കേണ്ടി വന്നവനാണെങ്കിലും, പ്രിയപ്പെട്ടവരെ, ഒരു ദീനുള്ള പെണ്ണിനെ കല്യാണം കഴിക്കലാണ് നിങ്ങൾക്ക് നല്ലത്, അതാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഭംഗിക്ക് വേണ്ടി കല്യാണം നടക്കുന്നു, കുടുംബ മഹിമക്ക് വേണ്ടി കല്യാണം കഴിക്കുന്നു, സമ്പത്തിന് വേണ്ടി കല്യാണം നടക്കുന്നു. ചില ആളുകൾ പരിഗണിക്കുന്നത് ആ പെൺകുട്ടിയുടെ ദീനീബോധമാണ്, അതേ നിലനിൽക്കുകയുള്ളൂ. സൗന്ദര്യം പരിഗണിച്ചുകൊണ്ട് നടത്തിയ വിവാഹം ഒരുപക്ഷേ നാളെ മുഖങ്ങളിൽ കടന്നു വന്ന, ശരീരത്തിൽ കടന്നു വന്ന ഒരു നിസ്സാരമായ അസുഖം കൊണ്ട് സൗന്ദര്യമെന്ന് പറയുന്ന തൊലിവെളുപ്പിന്റെയും അതേ തൊലിവെളുപ്പിന്റെ മിനുമിനുത്ത ആ പ്രകൃതിയുമൊക്കെ നഷ്ടപ്പെട്ടു പോയേക്കാം. പക്ഷേ കൽബിനുള്ളിൽ കിടക്കുന്ന, വാരിയല്ലുകൾക്കുള്ളിൽ കിടക്കുന്ന, കൽബിനുള്ളിൽ കിടക്കുന്ന ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമുണ്ടല്ലോ, വരാനിരിക്കുന്ന പാരത്രിക ചിന്തയുണ്ടല്ലോ, ഖബറിൽ ഞാൻ ഒറ്റയ്ക്ക് കിടക്കേണ്ടവളാണ് എന്ന ബോധമുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, അതായിരിക്കും നിലനിൽക്കുക. അതുകൊണ്ട് നിങ്ങൾ ദീനിനെ സെലക്ട് ചെയ്യണമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, പറയുകയാണ്. ഉദാഹരണങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. സഹാബത്തിന്റെ ജീവിതങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ, സഹാബത്തിന്റെ ജീവിതം പരിശോധിച്ചാൽ, വിരൂപന്മാരിൽ വിരൂപനായി ജീവിച്ച സഹാബി പോലും, പ്രിയപ്പെട്ടവരെ, മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ആ പെൺകുട്ടിയുടെ വാപ്പയും ഉമ്മയും ഒക്കെ സംസാരിക്കാൻ തന്നെ മടി കാണിച്ചപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞയച്ചതാണ് നിങ്ങളുടെ വീട്ടിലേക്ക് എന്നെ എന്ന് ആ സ്വഹാബി പറയുമ്പോ ആ പെൺകുട്ടി ഉമ്മയോടും വാപ്പയോടും സംസാരിച്ചിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു വെച്ച ഒരു വ്യക്തിയെ നിങ്ങൾ ഒരിക്കലും മടക്കി അയക്കാൻ പാടില്ല. ദീനിനെ പരിഗണിച്ചുകൊണ്ടായിരിക്കും അള്ളാഹുവിന്റെ പ്രവാചകനത് എന്നിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടാവുക. എനിക്ക് ആ വിവാഹം മതി എന്ന് പറഞ്ഞുകൊണ്ട് അതേ സഹാബത്തിന്റെ ചരിത്രത്തിൽ ഞാനും നിങ്ങളും വായിച്ച ചരിത്ര വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. എത്രയോ ഉദാഹരണങ്ങളുണ്ട്. തന്റെ ഭർത്താവ് വിവാഹം കഴിഞ്ഞ് ദിവസങ്ങൾ പിന്നിടുമ്പോഴേക്ക് തളർന്നു വീണ ഭർത്താവിനെ, പ്രിയപ്പെട്ടവരെ, ശരീരമാസകലം തളർന്നു പോയ ഭർത്താവിനെ 30-40 കൊല്ലം വാട്ടർ ബെഡിലും, പ്രിയപ്പെട്ടവരെ, ചികിത്സാ റൂമിലുമായി കിടത്തി 40 കൊല്ലമൊക്കെ ആ ഭർത്താവിനെ പരിഗണിച്ച് ഭർത്താവിന്റെ മലമൂത്ര വിസർജനം വരെ തന്റെ കൈകൾ കൊണ്ട് തുടച്ചു വൃത്തിയാക്കി കൊടുത്ത് വായിലേക്ക് കഞ്ഞിയും ഭക്ഷണവും അങ്ങനെ സ്പൂണിൽ കോരിക്കൊടുത്ത് 4 പതിറ്റാണ്ട് 40 വർഷത്തോളമൊക്കെ നോക്കിയ സ്ത്രീകളുടെ കഥകൾ, ആദർശ ബന്ധുക്കളെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പറയാനുണ്ട്. അങ്ങനെ മരണപ്പെട്ടു പോകുമ്പോ കണ്ണിൽ നിന്ന് കുടുകുട കണ്ണുനീരൊലിച്ചിറങ്ങി, എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ എനിക്ക് നോക്കുന്നതിൽ വല്ല അപാകതയും സംഭവിച്ചിട്ടുണ്ടോ, ഇനിയും നോക്കാൻ എനിക്കിഷ്ടമായിരുന്നു എന്ന് പറയുകയും കരഞ്ഞു പോകുകയും ചെയ്ത സഹോദരിമാരെ കുറിച്ച് നമ്മൾ നമ്മുടെ സഹോദരിമാരിൽ നിന്ന് കേട്ടിട്ടുണ്ട്. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ശരി, നിൽക്കട്ടെ. വിവാഹം ഏറ്റവും ലളിതമായി, സാമ്പത്തികമായ ശേഷിയുള്ളവർക്ക് ആളുകളെ വിളിക്കാം, ഭക്ഷണം കൊടുക്കാം. അതിന്റെ പേരിൽ കടമാക്കരുത് പ്രിയപ്പെട്ടവരെ. ഒരു പൊങ്ങച്ചത്തിന്റെയോ ഗർഭിന്റെയോ വമ്പിന്റെയോ വേദിയല്ല വിവാഹം എന്ന് പറയുന്ന വേദി. എന്നാൽ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്, ഭക്ഷണം കൊടുക്കാം, നിങ്ങൾക്ക് നല്ല ഭക്ഷണം കൊടുക്കാം, ദൂർത്താവാതിരുന്നാൽ മതി. പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുൻ നിക്കാഹ്, നിക്കാഹിൽ വെച്ച് ഏറ്റവും ഖൈറായ നിക്കാഹ് ഐസറുഹു, അതിലേറ്റവും എളിമയുള്ള എളുപ്പമുള്ള നിക്കാഹാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ വിവാഹം നാട്ടിലൊരു ചർച്ചയാവട്ടെ, എൻ്റെ മകന്റെ വിവാഹം, എൻ്റെ മോളുടെ വിവാഹം നാട്ടിലെല്ലാവരുടെയും നാവിൻ തുമ്പിലൂടെ ഇങ്ങനെ ചർച്ചയായി
ആ നാവിൻ തുമ്പിൽ നിന്ന് കാതുകളിലേക്ക്, പിന്നെ അടുത്ത ആളുകളിലേക്ക് ഇങ്ങനെ കൈമാറിപ്പോകുന്ന പൊങ്ങച്ചത്തിന്റെയും ഗർവിന്റെയും കഥ പറയുന്ന ഒരു നിക്കാഹിന്റെ വേദിയായി മാറാൻ നിയ്യത്ത് വെച്ചുകൊണ്ട് ഞാനും നിങ്ങളും ആളുകളെ ക്ഷണിക്കരുത്. ഇത് അതിനുള്ള വേദിയല്ല. ഹലാലായ ഒരു ജീവിതത്തിന് തുടക്കം കുറിക്കാൻ ലോകരക്ഷിതാവായ റബ്ബ് എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചത് ഇതൊരു മീസാഖൻ ഖലീല, ഇതൊരു സുദീർഘമായ കരാറാണ്. ആരുമായി നടത്തുന്ന കരാറ്? പെൺകുട്ടിയുടെ ഉപ്പയുടെ കൈപിടിച്ച് നിങ്ങളുടെ മോളെ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ ഈ നടത്തി തരുന്ന നിക്കാഹ് ഇതാ ഈ സ്വർണ്ണാഭരണമോ ഈ ആഭരണങ്ങളോ അല്ലെങ്കിൽ ഇന്നതോ ഞാൻ നിങ്ങൾക്ക് മഹറായി നിശ്ചയിച്ചുകൊണ്ട് ഈ മഹർ നിശ്ചയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ലോകരക്ഷിതാവായ റബ്ബിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഏറ്റെടുക്കുന്ന ഒരു വല്ലാത്ത ഉത്തരവാദിത്തമാണത്. അതുകൊണ്ട് റബ്ബ് പറഞ്ഞു, ഈ കരാർ എന്നത് ഒരു ശക്തമായ കരാറാണ്, ഒരു കടുത്ത കരാറാണ്. തമാശക്കളിയല്ല ഇത് മീസാഖൻ ഖലീല, ഇതൊരു സുദീർഘമായ കരാറാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആനിന്റെ വചനം ഓതിക്കൊണ്ട് എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മറക്കരുത്. പ്രിയപ്പെട്ടവരെ, ഞാൻ വേഗത്തിൽ പറഞ്ഞു പോവുക. ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാരെ, നിങ്ങളുടെ ഭാര്യമാർ അപ്പുറത്തുണ്ടാകാം, അല്ലെങ്കിൽ അവർ കേൾക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ നാളെ ഇത് കേട്ടു എന്ന് വരാം. ശരിക്ക് ചിന്തിച്ചു കേൾക്കണം. സ്ത്രീകൾ പ്രത്യേകിച്ച് ഭർത്താവിനോട് വലിയ ഉത്തരവാദിത്തങ്ങൾ നമുക്ക് നിർവഹിക്കാനുണ്ട്. ആ ഭർത്താവ് ഒന്ന് ക്ഷണിച്ചാൽ ആ ക്ഷണം സ്വീകരിക്കാത്തവളെ ആകാശത്തിന്റെ മേലാപ്പിൽ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് മുത്തുനബിയുടെ വഹയിലൂടെ, നബിക്ക് കൊടുത്ത വഹയിലൂടെ നമ്മളെ പഠിപ്പിച്ചതാണ്. ആ ഭർത്താവ് ഒന്ന് കോപിട്ടനായി ഒരു രാത്രി നിങ്ങളോട് പ്രയാസപ്പെട്ട് കിടന്നുറങ്ങിയാൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിന്റെ മലക്കുകളായിരിക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സംശയത്തിടമില്ലാതെ എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇദാ ദഅ റജുലു ഇംറഅതഹു ഇലാ ഫിറാശിഹി, തന്റെ വിരിപ്പിലേക്ക് ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ, ഒരു പുരുഷൻ തന്റെ അനുവദിക്കപ്പെട്ട സ്ത്രീയെ വിളിക്കുകയാണ്. ഫലം തഅതിഹി, അവൾ വന്നില്ല. ഫബാത ഖൽബാന അലൈഹാ, അങ്ങനെ രാത്രി അദ്ദേഹം കഴിച്ചുകൂട്ടിയത് അവളോട് ചില പ്രയാസവും വെറുപ്പും ഒക്കെ വെച്ചുകൊണ്ടാണെങ്കിൽ ലഅനത്തുഹൽ മലായികതു, മലക്കുകൾ അവൾക്കെതിരെ പ്രാർത്ഥിക്കുകയാണ്. ഹത്താ തുസ്ബിഹ, പ്രഭാതമാകുന്നത് വരെ മലക്കുകൾ അവർക്കെതിരെ ശപിച്ചുകൊണ്ടിരിക്കുമെന്ന് പഠിപ്പിച്ചത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. സ്ത്രീകളെ, എന്നെ കേൾക്കുന്ന ഉമ്മമാരെ, എന്നെ കേൾക്കുന്ന പെങ്ങന്മാരെ, ഭർത്താവിനോട് വലിയ കടപ്പാടുകൾ നമുക്ക് നിർവഹിക്കാനുണ്ട്. ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ മുമ്പിലല്ലാതെ നമുക്ക് സുജൂദില്ല, സാഷ്ടാംഗമില്ല. ഉണ്ടോ? ഒരു സുജൂദ് ലോകരക്ഷിതാവായ റബ്ബിന്റെ മുമ്പിൽ മാത്രമാണ്. ഒരു തറക്ക് മുന്നിലുമില്ല, തുളസി തറക്ക് മുന്നിലില്ല, ആൾ ദൈവങ്ങൾക്ക് മുന്നിലില്ല, ഇല്ല ഏതെങ്കിലും മഹാവ്യക്തിത്വങ്ങൾ അറിയുന്ന, അങ്ങനെ അറിയപ്പെടുന്ന ആളുകൾക്ക് മുന്നിലില്ല. സുജൂദ് റബ്ബിന്റെ മുന്നിൽ മാത്രമാണ്. എന്നാൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലൗ കുൻതു ആമിറൻ അഹദൻ അൻ യസ്ജുദ ലി അഹദിൻ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഒരാളുടെ മുമ്പിൽ ഒരാൾക്ക് സുജൂദ് ചെയ്യാൻ അങ്ങനെ കൽപ്പിക്കാൻ അനുവാദമുണ്ടായിരുന്നുവെങ്കിൽ ലഅമർതു, ഞാൻ കൽപ്പിക്കുമായിരുന്നു. ആരോട്? ലഅമർതുൽ മർഅത, ഒരു സ്ത്രീയോട് കൽപ്പിക്കുമായിരുന്നു. അൻ തസ്ജുദ ലി സൗജിഹാ, അവളുടെ ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യണമെന്ന് കൽപ്പിച്ചിട്ടില്ല. അങ്ങനെ വല്ല അനുവാദവും ലോകരക്ഷിതാവായ റബ്ബിന്റെ മുമ്പിലല്ലാതെ മറ്റൊരാളുടെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ അടുക്കൽ നിന്ന് അനുവാദമുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ കൽപ്പിക്കുന്നത് സ്ത്രീകളോട് നിങ്ങളുടെ ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യണമെന്ന് കൽപ്പിക്കുമായിരുന്നു എന്ന് പറയുന്നതിലൂടെ ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള കടമയും കടപ്പാടും ബാധ്യതയും ഒക്കെ എത്രത്തോളം ഉണ്ട് എന്ന് പഠിപ്പിക്കാനാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ തങ്ങളായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കാര്യം നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. അതുകൊണ്ട് സ്ത്രീകളെ, നിങ്ങൾ ദീനീബോധമുള്ളവരായി മാറുക, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരായി മാറുക. ആരും നിങ്ങളെ നിർബന്ധിക്കാതെ, ഒരു പ്രലോഭനത്തിനും വിധേയമാകാതെ തന്നെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ റബ്ബിന്റെ മുമ്പിൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് ആ ഭർത്താവിനെ അനുസരിച്ച് തൻ്റെ മക്കളെ നേരാവണ്ണം ദീനീബോധത്തോടു കൂടി വളർത്തി നല്ലൊരു കുടുംബിനിയായി ആ കുടുംബത്തിൽ വെളിച്ചം വീശുന്ന ഒരാളായി മാറാൻ നിങ്ങൾ ശ്രമിക്കുക. അങ്ങനെ പുരുഷന്മാരെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെ, ഒരു സ്വാലിഹത്തായ സ്ത്രീയെ നിങ്ങളുടെ ഭാര്യയായി കിട്ടിയാൽ ദുനിയാവിൽ കിട്ടിയ ഏറ്റവും നല്ല സമ്പത്ത് അതാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകനാണ് പഠിപ്പിച്ചത്. അദ്ദുനിയ മതാഉൻ, ഈ ദുനിയാവ് മുഴുക്കെ
ഈ ദുനിയാവ് മുടിക്കെ വിഭവങ്ങളാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ദുനിയാവിലെ ഏറ്റവും ഖൈറായ മതാ, വിഭവം എന്ന് പറയുന്നത്, ചരക്ക് എന്ന് പറയുന്നത് അൽ മർഅത്തു സ്വാലിഹ, നല്ല സ്വാലിഹത്തായ ഒരു സ്ത്രീയെ നിനക്ക് ഭാര്യയായി കിട്ടുക എന്നതാണ്. ദുനിയാവിലെ 3 കാര്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാനും നിങ്ങളും ഇങ്ങനെ അസ്വസ്ഥതയുടെ വർത്തമാനങ്ങൾ പറയാൻ പാടില്ല. നിങ്ങൾക്ക് താമസയോഗ്യമായ ഒരു വീടുണ്ട്, നിങ്ങൾക്ക് സഞ്ചാരയോഗ്യമായൊരു വാഹനമുണ്ട്, നിങ്ങൾക്ക് നല്ല ദീനീബോധമുള്ള അനുസരണബോധമുള്ള നല്ല ഒരു സ്ത്രീയെ നിങ്ങൾക്ക് ഭാര്യയായി കിട്ടിയിട്ടുണ്ടെങ്കിൽ ദുനിയാവിലെ 3 സൗഭാഗ്യങ്ങളും സആദത്തുകളും നിങ്ങൾക്ക് കിട്ടി എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം അവർക്ക് വേണ്ട ചെലവ് വഹിക്കേണ്ടത് നമ്മളാണ്. അവരുടെ ആ മക്കൾ, നമ്മുടെ മക്കൾ, അവരിലൂടെ റബ്ബ് നമുക്ക് നൽകുന്ന മക്കൾ, അവരുടെ പഠന ചെലവുകൾ കണ്ടെത്തേണ്ടത് നമ്മളാണ്. ഹോസ്പിറ്റലിന്റെ ചെലവ് കണ്ടെത്തേണ്ടത് നമ്മളാണ്. മേൽനോട്ടം വഹിക്കേണ്ടത് നമ്മളാണ്. ഖുർആനിന്റെ പ്രയോഗം തന്നെ അങ്ങനെയാണ്. അർരിജാലു ഖവ്വാമൂന അലന്നിസാ ബിമാ അൻഫഖൂ മിൻ അംവാലിഹിം. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പുരുഷനൊരു മേൽനോട്ടമുണ്ട് അവന്റെ ഭാര്യയുടെ മേൽ, സ്ത്രീകളുടെ മേൽ എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പ്രയോഗിക്കുകയാണ്. ചെലവിനെ കുറിച്ച് നിങ്ങൾ ഖുർആനിന്റെയും ഹദീസിന്റെയും പ്രയോഗങ്ങൾ എടുത്ത് പരിശോധിച്ചോളൂ. അതൊക്കെ വഹിക്കേണ്ടത് നമ്മളാണ്. അതുകൊണ്ട് സ്ത്രീകളെ, ഭർത്താവിനനുസരിക്കുക, ആ ഭർത്താവിന്റെ ഇഷ്ടത്തിനും ഇംഗിതത്തിനും അനുസരിച്ച് നിങ്ങൾ നിൽക്കുക. അങ്ങനെ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് സ്വർഗത്തിന്റെ 8 കവാടങ്ങളും നിങ്ങൾക്ക് മുന്നിൽ തുറന്നു വെക്കുകയാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹീഹായ ഹദീസിലൂടെ എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചു തന്നതാണ്. എത്രത്തോളം ബാധ്യതയുണ്ട് പ്രിയപ്പെട്ടവരെ. ഒരു സുന്നത്തായ നോമ്പ് പോലും ഭർത്താവിന്റെ അനുവാദമില്ലാതെ, ഭർത്താവ് നാട്ടിലുണ്ടെങ്കിൽ ആ ഭർത്താവിന്റെ അനുവാദമില്ലാതെ ഒരു സുന്നത്ത് നോമ്പ് പോലും എടുക്കാൻ എൻ്റെ ഭാര്യക്ക്, നിങ്ങളുടെ ഭാര്യക്ക് അനുവാദമില്ല എന്നതാണ് ഇസ്ലാമിന്റെ വിധി. ഒരു സുന്നത്തായ നോമ്പ് പോലും ലാ യഹില്ലു ലിൽ മർഅതി അൻ തസൂമ, ഒരു സ്ത്രീക്ക് നോമ്പെടുക്കുക എന്നത് അനുവദിക്കപ്പെട്ട കാര്യമല്ല. എങ്ങനെയാണെങ്കിൽ വസൗജുഹാ, ആ സ്ത്രീയുടെ ഭർത്താവ് ഷാഹിദുൻ, അവിടെയുണ്ട്, ഇല്ല ബിഇദ്നി, അദ്ദേഹത്തിന്റെ അനുവാദം വാങ്ങിക്കൊണ്ടല്ലാതെ, ഭർത്താവിന്റെ അനുവാദമില്ലാതെ ഒരു സുന്നത്ത് നോമ്പ് പോലും ആ ഭർത്താവ് പകൽ വീട്ടിലുണ്ട്, നിങ്ങളുമായിട്ട് സംസാരിക്കേണ്ടതുണ്ട്, ഇടപെടേണ്ടതുണ്ട് എങ്കിൽ നിങ്ങളുടെ നോമ്പതിന് തടസ്സമാകുമെങ്കിൽ ഭർത്താവിന്റെ സമ്മതമില്ലാതെ ഒരു സുന്നത്ത് നോമ്പ് പോലും എടുക്കാൻ പാടില്ല എന്ന് പഠിപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ ദീന്. അവ എത്രത്തോളം ബാധ്യതയുണ്ട്. ഇനി പോരാ, അള്ളാഹുവിന്റെ പ്രവാചകൻ ഇത് വിശദീകരിച്ചത് മനസ്സിലാക്കാൻ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരു സ്ത്രീയും തന്റെ ഭർത്താവിനെ ഒരിക്കലും ആ പ്രയാസപ്പെടുത്തുന്നില്ല ഇങ്ങനെയായിട്ടല്ലാതെ. എങ്ങനെ? ലാ തുഅദി ഇംറഅത്തുൻ സൗജഹാ ഫിദ്ദുനിയ, ദുനിയാവിൽ വെച്ച് ഒരു സ്ത്രീ തന്റെ ഭർത്താവിനെ ഉപദ്രവിക്കുകയില്ല, ഇല്ലാ ഖാലത്ത്, പറഞ്ഞിട്ടല്ലാതെ. ആര്? സൗജതുഹു മിനൽ ഹൂറിൽ ഐൻ, നാളെ വരാനിരിക്കുന്ന പാരത്രിക ലോകമെന്ന് പറയുന്ന സ്വർഗ നരകങ്ങൾ നിശ്ചയിക്കുന്ന ആ സ്വർഗത്തിലേക്ക് റബ്ബൊരുക്കി വെച്ച ഹൂറുൽ ഐൻ എന്ന് പറയുന്ന വിശാലമായ കണ്ണുകളുള്ള സൗന്ദര്യവതികളായ സ്വർഗീയ സ്ത്രീകളെ കുറിച്ചാണ് ആ പ്രയോഗം നടത്തിയിട്ടുള്ളത്. ആ സ്വർഗീയ സ്ത്രീ പറഞ്ഞിട്ടല്ലാതെ ഒരു സ്ത്രീക്ക് തന്റെ ഭർത്താവിനെ ദുനിയാവിൽ വെച്ച് ഉപദ്രവിക്കാൻ കഴിയില്ല. എന്താണ് ആ സ്വർഗീയ സ്ത്രീ പറയുന്നത്? ഇവിടെ വെച്ച് നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ ഉപദ്രവിക്കുമ്പോ, പ്രയാസപ്പെടുത്തുമ്പോ, മനക്ലേശം ഉണ്ടാക്കുമ്പോ, ടോർച്ചർ ചെയ്യുമ്പോ, തിരിച്ചുമാവാം പ്രിയപ്പെട്ടവരെ, അത് സംഭവിക്കുമ്പോ സ്വർഗത്തിലെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ, അല്ലാഹു തആല ഒരുക്കി വെച്ച മുഅ്മിനായ ഒരാളെയാണ് നിങ്ങൾ ഉപദ്രവിക്കുന്നതെങ്കിൽ അത് ആ സ്ത്രീ പറയും, ലാ തുഅദി, ഖാത്തലിക്കില്ല, ഉപദ്രവിക്കല്ലേ അദ്ദേഹത്തെ, നീ നശിച്ചു പോകട്ടെ. ഫഇന്നമാ ഹുവ ഇൻദകി ദഖീലുൻ യൂഷികു അൻ യുഫാരികകി ഇലൈനാ, നിന്റെ അടുക്കൽ താൽക്കാലികമായി ഒന്ന് കുറച്ച് സമയമേ നിൽക്കുന്നുള്ളൂ, നിന്നെ വിട്ട്, നിന്നെ വേർപിരിഞ്ഞ് ഇവിടേക്ക് വരാൻ സമയമായിട്ടുണ്ട്. അതുകൊണ്ട് നീ ആ മനുഷ്യനെ ഉപദ്രവിക്കല്ലേ, ഖാത്തലിക്കില്ല, നിന്നെ അല്ലാഹു തആല നശിപ്പിച്ചു കളയട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടല്ലാതെ ദുനിയാവിൽ വെച്ച് ഒരു നല്ല മനുഷ്യനാണെങ്കിൽ, ഒരു നല്ല ഭർത്താവാണെങ്കിൽ, നല്ലൊരു പുരുഷനാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് അദ്ദേഹത്തെ ദ്രോഹിക്കാൻ കഴിയില്ല.
ഇതൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. എന്നാൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എളുപ്പമാണ് സ്വർഗം കിട്ടാൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹ. സഹോദരിമാരെ ശ്രദ്ധിച്ചു കേട്ടോളൂ, ഒരു സ്ത്രീ 5 നേരം നമസ്കരിക്കുകയാണ്, സ്വർഗം കിട്ടുമോ? സ്വർഗം കിട്ടുമോ? അതുകൊണ്ട് മാത്രം സ്വർഗം കിട്ടില്ല. ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹ. ഒരു സ്ത്രീ 5 നേരത്തെ നമസ്കാരം കൃത്യമായി നിർവഹിക്കുകയാണ്. വസ്വാമത്ത് ശഹ്റഹ. റമളാൻ എന്ന് പറയുന്ന മാസത്തിന്റെ നോമ്പ് അത് കൃത്യമായി നിർവഹിക്കുകയാണ്. നഷ്ടപ്പെട്ടു പോയ നോമ്പുകളെ തിരിച്ചു പിടിക്കുകയാണ്. വഹഫിളത്ത് ഫർജഹ. തന്റെ ജനനേന്ദ്രിയത്തെ, ലൈംഗിക അവയവത്തെ കാത്തു സൂക്ഷിക്കുകയാണ്. അതിനെ ഒരിക്കലും ദുരുപയോഗപ്പെടുത്തുകയില്ല. പിന്നെ പറഞ്ഞു തന്റെ ഭർത്താവിനെ അനുസരിക്കുകയാണ്. ഖീല ലഹ. അവളോട് പറയപ്പെടും എന്ത്? നാളെ പരലോകത്തുനിന്ന് ഖീല ലഹ ദുഖുലിൽ ജന്ന. സ്വർഗത്തിലേക്ക് നീ പ്രവേശിച്ചുകൊള്ളൂ എന്ന് ആ സഹോദരിയോട് പറയപ്പെടും. 4 കാര്യങ്ങളാണ് എണ്ണിയത്. 1, 5 നേരത്തെ നമസ്കാരം കൃത്യമായി നിർവഹിക്കുകയാണ്. ഫർലായ നോമ്പ്, 1 മാസക്കാലത്തെ ഫർലായ നോമ്പെടുക്കുകയാണ്. തന്റെ ജനനേന്ദ്രിയത്തെയും ലൈംഗിക അവയവത്തെയും കാത്തു സൂക്ഷിക്കുകയാണ്. മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീ പുരുഷൻ എന്ന വ്യത്യാസമില്ലാതെ ഒരു വാഗ്ദാനം നമുക്ക് നൽകിയിട്ടുണ്ട്. ഒരു വാഗ്ദാനം നമുക്ക് നൽകിയിട്ടുണ്ട്. എന്താണ് ആ വാഗ്ദാനം? 2 താടിയെല്ലുകൾക്കിടയിലുള്ള ഈ എല്ലില്ലാത്ത ഇറച്ചി കഷ്ണമാകുന്ന നാവിനെ നിങ്ങൾ സൂക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പ് തരുമോ? 2 തുടയെല്ലുകൾക്കിടയിലുള്ള നിങ്ങളുടെ ലൈംഗിക അവയവത്തെ സൂക്ഷിക്കുമെന്ന് നിങ്ങൾ എനിക്ക് ഉറപ്പ് തരുമോ? ഈ 2 കാര്യങ്ങളിൽ നിങ്ങൾ എനിക്ക് ഉറപ്പു തന്നാൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗത്തിന് വേണ്ടി ജാമ്യം നിൽക്കാമെന്ന്. അങ്ങനെ പറഞ്ഞ ഏതൊക്കെ വിഷയങ്ങളുണ്ട്? വേറെ ഏതൊക്കെ വിഷയങ്ങളുണ്ട്? അങ്ങനെ നിങ്ങളുടെ നാവിനെയും നിങ്ങളുടെ ലൈംഗിക അവയവത്തെയും സൂക്ഷിക്കാമെന്ന് നിങ്ങൾ എനിക്ക് ഉറപ്പു തന്നാൽ ഞാനിതാ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു, സ്വർഗത്തിന് വേണ്ടി, നിങ്ങളുടെ സ്വർഗത്തിന് വേണ്ടി ഞാൻ ജാമ്യമാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്കും നിങ്ങൾക്കും ഉറപ്പ് തന്നത്. ഹദീസിൽ ഇങ്ങനെ, സ്വഹീഹായ ഹദീസിൽ ഇങ്ങനെ, ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ അതിങ്ങനെ പ്രിയപ്പെട്ടവരെ ഒരു സന്തോഷത്തിന്റെ, എന്നാൽ ഏറെ ചിന്തനീയമായി നിൽക്കുകയാണ്. അപ്പോ ആ ഹദീസിലെ പ്രയോഗത്തിൽ ഭർത്താവിനെ അനുസരിക്കുക എന്ന്, പ്രിയപ്പെട്ട സഹോദരിമാരെ, സ്വർഗം നേടാൻ എളുപ്പമാണ്. കുട്ടികളെ അച്ചടക്കത്തോടുകൂടി വളർത്തുക, ഭർത്താവിനെ കാത്തിരിക്കുക, പുഞ്ചിരിയുമായിട്ടുള്ള മുഖവുമായി കാത്തിരിക്കുക. ആ ഭർത്താവ് കൊണ്ടുവന്ന എന്താവട്ടെ, ഒരു ചെരുപ്പാകട്ടെ, ഒരു വസ്ത്രമാകട്ടെ, ഒരു കണ്ടപ്പോൾ നിങ്ങൾക്ക് തരുന്നൊരു ഗിഫ്റ്റായി വാങ്ങിക്കൊണ്ടുവന്നത്, കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് വരാം, പക്ഷേ ഒരുപക്ഷെ രൂപം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് വരാം. ആ ക്ഷീണിച്ചു വരുന്ന തന്റെ ഭർത്താവിനോട് അധിക്ഷേപത്തിന്റെ വാക്ക് പറയല്ലേ, അദ്ദേഹത്തിന്റെ മനസ്സ് നോവിക്കുന്ന വർത്തമാനം പറയല്ലേ, അദ്ദേഹത്തിന്റെ കൽബിനെ പ്രയാസപ്പെടുത്തുന്ന വർത്തമാനം പറയല്ലേ. എല്ലാം സമാധാനത്തിൽ ഇരിക്കുമ്പോൾ ഈ കളർ ഒന്ന് മാറ്റിക്കൂടെ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷേ അയാളെ പ്രയാസപ്പെടുത്തല്ലേ. കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ കാശ് കുറവായിട്ടും അത് വാങ്ങിക്കൊണ്ടുവന്ന് നിങ്ങളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി കടന്നു വരുമ്പോ ഇതാണോ നിങ്ങൾ കൊണ്ടുവരാൻ കണ്ടത് എന്ന നന്ദികെട്ട വർത്തമാനം നിങ്ങൾ പറഞ്ഞു പോകല്ലേ എന്ന് ഹദീസിന്റെയും അതിനെ വ്യാഖ്യാനിച്ച ഗ്രന്ഥങ്ങളിലുമൊക്കെ ചില വാചകങ്ങൾ കാണാം. എത്ര ചെയ്തു കൊടുത്താലും ഒരു പ്രാവശ്യം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാ ചെയ്തു തരാറുള്ളത്? എല്ലാം എൻ്റെ ബ്രദേഴ്സ് ഉള്ളത് കൊണ്ട്, എൻ്റെ ഫാമിലി ഉള്ളത് കൊണ്ട് എന്ന വർത്തമാനം, നന്ദികേടിന്റെ വർത്തമാനം സ്ത്രീകളുടെ വാക്കത്തിൽ നിന്ന് വരുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് മുൻഗാമികളായ പണ്ഡിതന്മാർ എന്നെയും നിങ്ങളെയും കേൾപ്പിച്ചത് നമ്മൾ മറന്നു പോകാൻ പാടില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ ഒന്നാമത്തെ ഭാഗം ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെച്ചിട്ടുള്ളത്, ഒരു കുടുംബം എന്ന നിലക്ക് ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാരോടും സഹോദരിമാരോടും എനിക്ക് പറയാനുള്ളത്, തെറ്റുകളും പിഴവുകളും മനുഷ്യരെന്ന നിലക്ക് നമ്മുടെ ഭാഗത്തുണ്ടാവാം, സ്വാഭാവികമാണ്. നമ്മൾ മനുഷ്യരാണ്. നമ്മൾ പ്രവാചകന്മാരെ പോലെ മനുഷ്യക്കൂട്ടത്തിലെ മഅ്സൂമിങ്ങളല്ല. ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ പ്രത്യേക സൃഷ്ടികളായ മലക്കുകളെ പോലെ ഉയർന്നവരോ മലക്കുകളോ അല്ല. നമ്മൾ സാധാരണ മനുഷ്യരാണ്. നമ്മൾ പ്രവാചകന്മാരല്ല. നമ്മൾ സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യരാണ്. തെറ്റുകളും പിഴവുകളും ഉണ്ടാവുക സ്വാഭാവികമാണ്. അതുകൊണ്ട് സഹോദരിമാരെ, എൻ്റെ ഭർത്താവ് ഒരു മനുഷ്യനാണ്, പച്ചയായ മനുഷ്യനാണ്. പുരുഷന്മാരെ, എൻ്റെ ഭാര്യ എന്ന് പറയുന്നത് പച്ചയായ ഒരു സ്ത്രീയാണ്, ഒരു പാവപ്പെട്ട നിഷ്കളങ്കയായ ഒരു സ്ത്രീയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ എന്ന നിലയ്ക്ക് 2 കൂട്ടരും ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ
കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്ന പലർക്കും, സ്ത്രീകൾക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്ന ഭർത്താവിനെ ഓടി നടന്ന് കച്ചവടത്തിന് വേണ്ടി, ബിസിനസിന് വേണ്ടി, ക്രയവിക്രയങ്ങൾക്ക് വേണ്ടി, ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പാടുകളുടെ ലോകത്തേക്ക് ഓടിയിറങ്ങി പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഉപജീവന മാർഗത്തിന് വേണ്ടി ഓടി നടക്കുന്ന മനുഷ്യൻ നിരാശപ്പെട്ട് വീട്ടിലേക്ക് കയറി വരുമ്പോ ഒരുപാട് നിരാശയുടെയും ഒരുപാട് പ്രയാസത്തിന്റെയും കൂമ്പാരങ്ങൾ അദ്ദേഹത്തിന്റെ മേലെ അടിച്ചു വെച്ചു കൊടുക്കുകയല്ല ഒരു സ്ത്രീ ചെയ്യേണ്ടത്. മറിച്ച് പുഞ്ചിരിക്കുന്ന മുഖവുമായി അദ്ദേഹത്തെ കാത്തിരുന്ന്, ഏതുപോലെ തന്റെ കുട്ടിക്ക് പനിയാണ്, ഭർത്താവ് ജോലിക്ക് പോകുമ്പോ സഹാബ വനിതകളുടെ കൂട്ടത്തിലെ ഒരു വനിത തന്റെ ഭർത്താവിനെ ജോലിക്ക് അയക്കുമ്പോ തന്റെ കുട്ടിക്ക് പ്രിയപ്പെട്ടവരെ സുഖമില്ല. എന്നിട്ടോ ഭർത്താവ് തിരിച്ചു വരികയാണ്. വരുമ്പോ ചോദിച്ചു, എങ്ങനെയുണ്ട് കുട്ടി? കുട്ടി മരിച്ചിരിക്കുകയാണ്, പറഞ്ഞില്ല. കുട്ടി സുഖമായി ഉറങ്ങുകയാണ്, നിങ്ങൾ അങ്ങോട്ട് പോവേണ്ടതില്ല എന്ന് പറയുന്നു. ഭർത്താവിന് വെള്ളം കൊടുക്കുന്നു, കുളിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നു. എത്രത്തോളം ആ ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ശാരീരിക ബന്ധത്തിലേർപ്പെട്ടു എന്ന പ്രയോഗം വരെ കാണാം. ഈ പ്രശ്നം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് നമുക്ക് കാണാം ഇസ്ലാമിക പ്രമാണങ്ങളിൽ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത്, എന്നിട്ട് പറഞ്ഞു, നമ്മൾ ഒരാളിൽ നിന്ന് നമ്മളൊരു സാധനം വാങ്ങിയാൽ അതിൻ്റെ സമയമാകുമ്പോൾ കൊടുക്കണ്ടേ എന്ന് ചോദിച്ച് ആ ഭർത്താവിനോട് സംസാരിച്ച് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് നമുക്ക് രണ്ടുപേർക്കും നൽകിയ പരീക്ഷണമാകുന്ന നമ്മുടെ കുഞ്ഞിനെ അള്ളാഹു തിരിച്ചു വിളിച്ചിരിക്കുന്നു എന്ന് ആ ഭർത്താവിനെ പ്രയാസങ്ങളിലെല്ലാം മാറ്റി അദ്ദേഹത്തെ ഒന്ന് സമാധാനിപ്പിച്ച് അദ്ദേഹത്തെ ഒന്ന് സ്വസ്ഥമായി ഇരുത്തി അദ്ദേഹത്തിന് വെള്ളം കൊടുത്ത് ഈ അർത്ഥത്തിൽ സംസാരിച്ചത് ഞാനും നിങ്ങളും കേട്ടിട്ടില്ലേ പ്രിയപ്പെട്ടവരെ? എന്നിട്ട് ചെറിയ പ്രശ്നങ്ങളെ ഊതിവിർപ്പിച്ച്, നിസ്സാരമായ പ്രശ്നങ്ങളെ ഊതിവിർപ്പിച്ച് കുടുംബ കലഹങ്ങൾ ഉണ്ടാക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഈ വിഷയത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഒരൊറ്റ വാക്കുകൂടി ഞാൻ ചേർത്തി പറയുകയാണ്. ഇതാ എൻ്റെ ഭാര്യ, അവൾ കരുതിക്കൂട്ടി ചെയ്യുന്നതല്ല അത് എന്ന് മനസ്സിലാക്കിയ ഒരു ഭർത്താവ്, എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് എന്നോട് ആ സംസാരം നടത്തിയത് ബോധപൂർവമല്ല, എന്നെ ഒന്ന് ചിന്തിപ്പിക്കാനായിരിക്കാം എന്ന് മനസ്സിലായിട്ടും ആ ഭർത്താവിനോടൊന്ന് ചെന്ന് സാരമില്ലെന്ന് പറയാൻ, തൻ്റെ ഭാര്യയോടൊന്ന് ചെന്ന് സാരമില്ലെന്ന് പറയാൻ കാത്തിരുന്ന് പെട്ടെന്ന് തൻ്റെ ഭർത്താവിൻ്റെ മരണവാർത്ത ഞാനോ നിങ്ങളോ കേൾക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, ഭാര്യയുടെ മരണവാർത്ത ഞാൻ കേൾക്കുമ്പോ, ഭർത്താവിൻ്റെ മരണവാർത്ത നിങ്ങളിൽപ്പെട്ടവർ കേൾക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, മനസ്സിനുള്ളിൽ ഇങ്ങനെ ആ തിളച്ചു വരുന്ന ചില ചിന്തകളുണ്ട്. ഒന്ന് ചെന്ന് കൈപിടിച്ച് മാപ്പ് ചോദിക്കാമായിരുന്നു, ഒന്ന് കെട്ടിപ്പിടിച്ച് തൻ്റെ ദുഃഖം പറയാമായിരുന്നു. പക്ഷേ ഇനി ഒരാൾ ഖബറിലാണ്, ഒരാൾ പുറത്താണ്. പിന്നെ എന്ത് ആലോചനയ്ക്ക്, എന്ത് പ്രസക്തിയാണ് പ്രിയപ്പെട്ടവരെ ഉള്ളത്? റബ്ബിന്റെ മുന്നിലേക്ക് നമുക്ക് കരങ്ങൾ ഉയർത്തിയും ഉയർത്താതെയും മാപ്പ് ചോദിക്കാം. അള്ളാഹുവിനോട് ഈ സംഭവിച്ച തെറ്റിനെ കുറിച്ച് ലോകരക്ഷിതാവായ റബ്ബിന്റെ മുമ്പിലേക്ക് നമ്മുടെ കൽബുയർത്തി പറയാം. പക്ഷേ അവസരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നില്ലേ? ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരെ, നമുക്ക് സമയം കിട്ടിയില്ലേ തന്റെ ഭർത്താവിനോട് എൻ്റെ നാവിലൂടെ വന്ന വാക്കിന് മാപ്പ് ചോദിക്കാൻ? തൻ്റെ ഭാര്യയ്ക്ക് നേരെ തൻ്റെ കൈയോങ്ങിയതിന്, അടിച്ചുപോയതിന്, ആ ഒരിക്കലും മുറിവ് പറ്റാത്ത വിധത്തിലുള്ള തൊടുത്തുവിട്ട അമ്പ് പോലെയുള്ള സംസാരങ്ങൾ നടത്തിയതിന് മാപ്പ് ചോദിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നില്ലേ? സാരമില്ലെന്ന് പറയാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നില്ലേ? കാത്തിരുന്ന് മരണം വരെ കൊണ്ടുപോയവർ നമ്മുടെയൊക്കെ കൂട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ, ഉണ്ടായിട്ടുണ്ട്. ഇനി സങ്കടപ്പെട്ടിട്ട് എന്ത് കാര്യമെന്ന് നമ്മൾ ആലോചിക്കണം. ഇനി കുട്ടികളോട് ഞാനൊരു വാക്കുകൂടി പറയട്ടെ. പ്രിയപ്പെട്ട എൻ്റെ അനുജത്തിമാരായ, അനുജന്മാരായ ഈ പുതിയ തലമുറയിലെ യൂത്തന്മാരായി അറിയപ്പെടുന്ന, അതേ യുവതികളായി, യുവാക്കളായി അറിയപ്പെടുന്നവരെ, നമ്മുടെ വാപ്പയെ, ഉമ്മയെ അല്ലാഹു തആല നമുക്കൊരു അനുഗ്രഹമായി തന്നു, ഒരു പരീക്ഷണമായി നമ്മുടെ മുമ്പിൽ നിർത്തുകയാണ്. ആ വാപ്പ ഉരുകിത്തീരുന്ന മെഴുകുതിരി പോലെ ആ വാപ്പ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിഷയത്തിൽ കരഞ്ഞിട്ടുണ്ട്. ആ വാപ്പയുടെ കരച്ചിൽ നമ്മൾ കണ്ടിട്ടില്ല. നിങ്ങളുടെ കോളേജിന്റെയും സ്കൂളിന്റെയും പഠനകാര്യത്തിനും വേണ്ട പണത്തിന് വേണ്ടി വാപ്പ നെട്ടോട്ടമോടിയിട്ടുണ്ട്, കടം വാങ്ങിയിട്ടുണ്ട്. നിങ്ങൾ അറിയിച്ചിട്ടില്ല, നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ഉമ്മയും ബാപ്പയും നിങ്ങളുടെ പഠനകാര്യത്തിലും വിവാഹ കാര്യത്തിലുമൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ അവിടെ മനസ്സുകളിൽ കടന്നു വന്നപ്പോൾ സംസാരിച്ചിട്ടുണ്ട്, നിങ്ങൾ അറിഞ്ഞിട്ടില്ല. എന്നാൽ രാജ്യം വെക്കുന്ന നിയമം എനിക്ക് അനുകൂലമാണ് എന്ന് പറഞ്ഞ് 18 വയസ്സ് പൂർത്തിയാകുന്നെന്ന് കോടതിയിൽ തൻ്റെ കാമുകനുമായി വന്നു നിന്ന്
വക്കീല് വിളിക്കുമ്പോ ഉമ്മയും ബാപ്പയും ഒക്കെ കോടതിയുടെ മുറ്റത്ത് വന്ന് വരാന്തയിൽ വന്ന് കോടതിയുടെ ഉള്ളിൽ കയറി നിന്ന് ആ ജഡ്ജിക്ക് മുന്നിൽ ഇങ്ങനെ റിക്വസ്റ്റ് നടത്തുന്ന ഒരു വാപ്പ, ഒന്ന് അപേക്ഷിക്കുന്ന ഒരു ഉമ്മ, ഞങ്ങളുടെ മകളെ തിരിച്ചു തരൂ എന്ന് പറഞ്ഞ് ഒരു വാപ്പയെ വേദനിപ്പിച്ചവർ ഈ സുണ്ടിക്കൊപ്പയിലെ ഫാമിലി കോൺഫറൻസിൽ ഇത് കേൾക്കുന്നുവെങ്കിൽ, ഒരു ഉമ്മയെ വേദനിപ്പിച്ചവർ ഈ സംസാരം കേൾക്കുന്നുവെങ്കിൽ, ഇത് നമുക്ക് തീരാ നഷ്ടമായി മാറുകയാണ്. നാളെ തീരാ നഷ്ടമായി മാറുകയാണ്. തൻ്റെ മാതാപിതാക്കളോടുള്ള ഈ അതിക്രമമുണ്ടല്ലോ, അവരുടെ സമാധാനത്തിൽ അവരാഗ്രഹിച്ചതുപോലെ, അവർ കൊതിച്ചതുപോലെ, അവർ മോഹിച്ചതുപോലെ ഒരു വിവാഹത്തിനുള്ള അവസരമുണ്ടായിട്ടും എത്ര പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ശ്രമിച്ചിട്ടും അതെല്ലാം തള്ളിമാറ്റി തട്ടിമാറ്റി ഇവന്റെ കൂടെ ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ രാജ്യം അത് അനുവദിക്കാം, കോടതി അത് അനുവദിക്കാം. കോടതി ചില വാക്കുകൾ ഇന്നലകളിൽ ഞാനും നിങ്ങളും കേട്ടത്, ഒരു സ്ത്രീക്ക്, ഒരു അന്യ ഭർത്താവുള്ള ഒരു സ്ത്രീക്ക് അന്യ പുരുഷന്മാരുമായി തോന്നുന്ന സ്നേഹത്തിനും ഇഷ്ടത്തിനും പ്രേമത്തിനും അതൊന്നും ഒരു കുറ്റമായി കണക്കാക്കാൻ പാടില്ല എന്ന് ചർച്ച ചെയ്യുന്ന ഒരു പുതിയ ലോകത്താണ് നമ്മളുള്ളത്. പക്ഷേ രാജ്യം എന്തു പറഞ്ഞു എന്നതല്ല, ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ്, ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ്, പ്രപഞ്ചനാഥനായ അല്ലാഹു തആല എനിക്കും നിങ്ങൾക്കും നൽകിയ അപാരമായ അനുഗ്രഹമാകുന്ന റബ്ബിന്റെ ദീനുണ്ടല്ലോ, ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്ന് പറയുന്ന ഈ ദീനുണ്ടല്ലോ, ആ ദീനിന്റെ കണക്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും, നമ്മുടെ ഖബറിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും, നമ്മുടെ പരലോകത്ത് നമ്മുടെ അവസ്ഥ എന്തായിരിക്കും, സ്വർഗ നരകങ്ങൾ നിശ്ചയിക്കുന്ന പടച്ചവന്റെ നീതിപൂർവമായ കോടതിയിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഗൗരവപൂർവം ആലോചിക്കണം. ആരാരുമില്ലാതെ ഒറ്റയ്ക്ക് ഖബറിൽ കിടക്കുന്ന രംഗത്തെക്കുറിച്ച് ആലോചിക്കണം പ്രിയപ്പെട്ടവരെ. നഫ്സി നഫ്സി എന്ന് പറഞ്ഞ് പരലോകത്ത് എന്റെ കാര്യം എന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഘട്ടത്തിൽ നമ്മുടെ വിഷയം എന്തായിരിക്കുമെന്ന് ഗൗരവമായി നമ്മൾ ആലോചിക്കണം. ഇവിടുത്തെ നിയമം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉദാഹരണങ്ങളിലേക്ക് പോകുന്നില്ല. എത്ര കോടതി മുറ്റങ്ങളിലാണ്, എത്ര ഉമ്മമാരുടെ കണ്ണുനീരുകളാണ് ഒറ്റി വീണത്. ഇന്നും നമ്മൾ യൂട്യൂബിലും പത്രത്തിലും വീഡിയോയിലുമൊക്കെ കണ്ടതും കേട്ടതും വായിച്ചതുമായ വാർത്തകൾ ഇത് പറയുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നുണ്ട്. ഒരു ചേ എന്ന വാക്ക് പോലും പറയാൻ പാടില്ലാത്ത മാതാപിതാക്കള്, അവിടെ കൂട്ടുകുടുംബ ബന്ധുമിത്രാദികള് അവരെ സമാധാനിപ്പിച്ച് സാരമില്ലെന്ന് പറഞ്ഞ് പിടിച്ചു കൊണ്ടുവന്ന് വാഹനത്തിലിരുത്തി സാരമില്ലെന്ന് പറഞ്ഞ് വലിച്ചു കൊണ്ടുപോകുന്നൊരവസ്ഥ കോടതിയുടെ മുറ്റത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ഉപ്പ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ ഉപ്പ പറഞ്ഞെന്നറിയോ? 18 വയസ്സ് വരെ ആ മോളെ പോറ്റി വളർത്തിയ ഞാൻ, ആ കുട്ടി ചെറിയ കുട്ടിയായിരിക്കെ എൻ്റെ ജോലി കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തുമ്പോൾ അവൾ കിടന്നുറങ്ങുന്ന തൊട്ടിലുണ്ടല്ലോ, ഇന്ന് ഒരുപാട് സംവിധാനങ്ങളുണ്ട്, കയറുകൊണ്ട് തുണി കെട്ടിയുണ്ടാക്കിയ തൊട്ടിൽ, ആ തൊട്ടിലിൽ ചെന്ന് അവളുടെ കാലിലും അവളുടെ വയറ്റത്തും അവളുടെ നെറ്റിയിലുമൊക്കെ ഞാനിങ്ങനെ തൊട്ടിലിൻ്റെ തുണി ഇങ്ങനെ വിടർത്തി ഉമ്മ വച്ചാൽ ഉണർന്നു പോകുമോ എന്ന് വിചാരിച്ചിട്ട് പതുക്കെ പതുക്കെ ആ തുണി ഇങ്ങനെ വിടർത്തി ചില സമയത്ത് കയറൊക്കെ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് എൻ്റെ ചുണ്ടുകൾ അവിടെ നെറ്റിയിലും മുഖത്തും കാലിലുമൊക്കെ വെച്ചത് ഞാൻ ഓർക്കുകയാണ്. എന്നിട്ട് ആ മോളുടെ പേര് കോടതിയുടെ മുറ്റത്ത് നിന്ന് കാമുകന്റെ കൈ പിടിച്ച് നടന്നു പോകുമ്പോൾ ആവർത്തിച്ചു വിളിച്ചു. ഞാൻ അവൾക്ക് ഞാനിട്ട പേര് വിളിച്ചു, വീട്ടിൽ വിളിക്കുന്ന ഓമന പേര് വിളിച്ചു. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് വാപ്പാ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ചിരുന്നുവെങ്കിൽ എനിക്കിത്ര ദുഃഖമുണ്ടാകുമായിരുന്നില്ല. എൻ്റെ വിളി കേട്ടില്ല അവൾ, തിരിഞ്ഞു നോക്കിയില്ല അവൾ. എൻ്റെ വിളിയോ അവളെ പ്രസവിച്ച അവളുടെ ഉമ്മയുടെ വിളിയോ ഇല്ല, തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ കാമുകന്റെ കൈ പിടിച്ച് നടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ, ആ രംഗത്തെക്കുറിച്ച് കണ്ണീരോടുകൂടി ആ വാപ്പ പറയുന്നത് ഒരുപക്ഷെ നിങ്ങളും കേട്ടിട്ടുണ്ടാകും. പ്രിയപ്പെട്ടവരെ, എവിടെ കൊണ്ടുപോയി കഴുകിക്കളയും ഈ കുറ്റങ്ങളൊക്കെ എന്ന് പുതിയ ലോകത്ത് ജീവിക്കുന്ന കുട്ടികൾ ശരിക്ക് ചിന്തിക്കണമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. പരിഹാരം എന്താണ് പ്രിയപ്പെട്ടവരെ? പരിഹാരം എന്താണ്? ഇവിടെ നടക്കുന്ന ഓരോ സംസാരങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ്. ഇനി വരാനിരിക്കുന്ന ബഹുമാന്യനായ ഹുസൈൻ സലഫിയുടെ സംസാരത്തിൽ മുഴുക്കെ ജീവിതത്തിന്റെ വിശ്വാസ രംഗത്തും അല്ലാത്ത രംഗത്തുമൊക്കെ ഉണ്ടാകേണ്ട, ശ്രദ്ധിക്കേണ്ടതായ, പിടച്ചു പോകുന്നതിനുള്ള പരിഹാരങ്ങളാണ് ഇവിടെ നിശ്ചയിക്കാൻ പോകുന്നത്, കേൾക്കാൻ പോകുന്നത്. ഞാൻ ചോദിക്കട്ടെ, അള്ളാഹുവിന്റെ ഖുർആൻ, അള്ളാഹുവിന്റെ കലാം, ആ കലാം ഒന്നിരുന്ന് പഠിക്കാൻ ഈ സദസ്സിലിരിക്കുന്ന സഹോദരിമാരോട് ഞാൻ ചോദിക്കട്ടെ, ജീവിതത്തിൽ ഒരു തവണ പോലും പരിശുദ്ധ ഖുർആനിന്റെ അർത്ഥസഹിതം 6236 ആയത്തുകൾ ഒന്ന് ഓതി നോക്കിയിട്ടില്ലാത്ത ആളുകൾ സുണ്ടിക്കൊപ്പയിലെ
ഈ സമ്മേളനത്തിൽ ഇരിക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, എന്ത് പരിഹാരമാണ് നമുക്ക് മുന്നിൽ നിശ്ചയിക്കാനുള്ളത്, പറയാനുള്ളത്? ഇവിടെ ഇരിക്കുന്നവരെ, വ്യത്യസ്ത ഭാഷകൾ അറിയുന്നവരെ, വ്യത്യസ്തമായ ലാംഗ്വേജുകൾ പറയുന്നവരെ, കച്ചവടങ്ങളിലും ക്രയവിക്രയങ്ങളിലും ബിസിനസ്സുകളിലുമൊക്കെ ധാരാളമായ കണ്ണിങ്ങായി പലതും ചെയ്യാനും പറയാനും സാധിക്കുന്നവരെ, അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്ന് 30 ജുസയിൽ നിന്ന് എത്ര അധ്യായങ്ങൾ, എത്ര സൂറത്തുകൾ, എത്ര ആയത്തുകൾ എനിക്ക് കേട്ടാൽ അതിൻ്റെ ആശയം മനസ്സിലാകുമെന്ന അർത്ഥത്തിൽ വളരാനും ഉയരാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. ആ ഖുർആൻ കേട്ടും മറിഞ്ഞും അന്വേഷിച്ചും അമുസ്ലിങ്ങളായ ആളുകൾ വരെ ഖുർആനിന്റെ അത്ഭുതങ്ങൾ കണ്ട്, അതിൻ്റെ അമാനുഷികതകൾ കണ്ട്, ഖുർആനിന്റെ ആശ്ചര്യഭരിതമായ ആ ഖുർആനിന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് ഇസ്ലാമിക ലോകത്തേക്ക് കടന്നു വരുമ്പോ, പ്രിയപ്പെട്ടവരെ, നമ്മൾ അലമാരയിൽ സൂക്ഷിച്ച അള്ളാഹുവിന്റെ കലാമാകുന്ന ഖുർആനിനെ ഒന്ന് ശരിയാവണ്ണം വായിക്കാനും പഠിക്കാനും സാധിക്കാത്തവരായി മാറുന്നു. ഞാൻ കേരളക്കരയിലെ മലപ്പുറം ജില്ലയിലെ ഒരു നിരീശ്വരവാദി ഖുർആനിൽ ഒരുപാട് തെറ്റുകളുണ്ട് എന്ന് പറയാൻ, ഇപ്പോഴല്ല കുറെ മുമ്പ് തെറ്റുകളുണ്ടെന്ന് പറയാൻ, പർവ്വതം മാണിയാണ് എന്ന് പറഞ്ഞതും ഈ പർവ്വതങ്ങളെ റബ്ബ് ഭൂമിയിൽ തൂണുകളാക്കി വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുമാണ് അന്ന് അദ്ദേഹം ഉദ്ധരിച്ചിരുന്നത്. ഞാനൊരു ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ വെക്കുക മാത്രമാണ്. കാരണം ആണിയുടെ അതിൻ്റെ തൊപ്പിയുള്ള പരന്ന ഭാഗം പുറത്തേക്കാണ്, ആണിയുടെ ഷാർപ്പായ ഭാഗം ചുമരിലേക്കും മരത്തിലേക്കും പോകേണ്ടതാണ്. അദ്ദേഹം പറഞ്ഞ വാക്ക് ഞാൻ പറയാണ്. പക്ഷേ ഖുർആനിൽ ഇതാ ആണികളെപ്പോലെ പർവ്വതത്തെ നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞതിൽ തെറ്റുണ്ട്. നിങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ ഖുർആനിൽ എവിടെയാണ് തെറ്റുള്ളത് എന്ന്. അനേകം തെറ്റുകളുണ്ട്. ഒന്ന് ഞാൻ പറയാം, ഇല്ലാത്തതുകൊണ്ടാണ് പറയാത്തത്. അനേകം തെറ്റുകളുണ്ട്, ഒന്ന് ഞാൻ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കതായിരുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹം തന്നെ തിരുത്തിയോ എന്ന അർത്ഥത്തിലുള്ള സംസാരങ്ങൾ നമ്മൾ പിന്നീട് കേട്ടിട്ടുണ്ട്. കാരണം പർവ്വതങ്ങൾ ഈ ഭൂമിയുടെ അടിയിലേക്ക് അടിവേരുകളെ പോലെ ഷാർപ്പായി ഒരു ആണി ചുമരിലേക്കോ മരത്തിലേക്കോ അടിച്ചു താഴ്ത്തുന്നതിനേക്കാൾ ഷാർപ്പായി ഭൂമിയിലേക്ക് ഇറങ്ങി നിൽക്കുന്നുവെന്ന കണ്ടെത്തലുകൾ പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനത്തിന് മുന്നിൽ ഈ അർത്ഥത്തിൽ സംസാരിച്ചു പോയ നിരീശ്വരവാദികളായ ആളുകളൊക്കെ പിന്നീട് മുഖം താഴ്ത്തി നിൽക്കേണ്ട ഒരവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട്. ഖുർആനിൽ ഒരു പ്രയോഗം നോക്കൂ നിങ്ങൾ. അലം നജഅലിൽ അർള മിഹാദ വൽ ജിബാല ഔതാദ. നമുക്കറിയുന്നതാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ ഭൂമി ഉരുണ്ടതാണെന്ന് ശാസ്ത്രം പറയുമ്പോൾ ഈ ഭൂമിയിൽ നമുക്ക് നടക്കാൻ, ഓടാൻ, ഈ വിധാനിച്ചു വെച്ച ഭൂമിയെ അത്ഭുതമായി ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ആകാശങ്ങൾ ഇന്നും വികസിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന് സയൻസ് ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ എന്ന പ്രയോഗം പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ദാരിയാത്തിലെ ആ പ്രയോഗം നിങ്ങളൊന്ന് അതിന്റെ തഫ്സീറുകൾ എടുത്തു വായിച്ചാൽ അല്ലാഹു തആല മുമ്പേ പറഞ്ഞു വെച്ച വാചകങ്ങളെ സയന്റിസ്റ്റുകൾ, ഈ ലോകത്തെക്കുറിച്ച് പഠിക്കുന്നവർ അത്ഭുതത്തോടുകൂടി വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, മറജൽ ബഹ്റൈനി യൽതഖിയാൻ ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ എന്ന പ്രയോഗം, അതേ, രണ്ട് വെള്ളങ്ങൾ തമ്മിൽ കൂടിക്കലരാതെ കടലിൽ സർവശക്തനായ റബ്ബിട്ട രണ്ട് മറകളെക്കുറിച്ച് രണ്ടു തരം വെള്ളത്തെക്കുറിച്ച് സയൻസിന്റെ ലോകം അല്ലെങ്കിൽ കടലിനെ കുറിച്ച് പഠിക്കുന്ന ആളുകൾ, സമുദ്രങ്ങളെ കുറിച്ച് പഠിക്കുന്ന ആളുകൾ അത്ഭുതത്തോടുകൂടി സംസാരിക്കുമ്പോൾ ഖുർആനിന്റെ ഈ പ്രയോഗം, പ്രിയപ്പെട്ടവരെ, എത്രമാത്രം ചർച്ച ചെയ്യേണ്ടതാണ്. ഈ ഇരുമ്പെന്ന് പറയുന്ന അത് ഈ ഭൂമിയിലേക്ക് ഒരു പ്രത്യേകമായ സ്ഫോടനത്തിലൂടെ ഇറക്കപ്പെട്ടതാണ് എന്ന് സയൻസ് പറയുമ്പോൾ ഖുർആനിന്റെ പ്രയോഗം വഅൻസൽനൽ ഹദീദ ഫീഹി എന്നല്ലേ. സമയത്തിന്റെ കുറവുകൊണ്ട് ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. നാം ഇറക്കിയിരിക്കുന്നു എന്ന പ്രയോഗമാണ്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഹദീദിൽ അവിടെ നിങ്ങൾ ഓതി നോക്കിയാൽ കാണാം 25-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, മനുഷ്യരെ, ഞാനും നിങ്ങളും ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വന്ന ഘട്ടത്തെക്കുറിച്ച് എത്രമാത്രമാണ് ഈ ശാസ്ത്രലോകം ചർച്ച ചെയ്തിട്ടുള്ളത്. എന്ന പ്രയോഗം, മുളകത്ത് എന്ന അത്ഭുതകരമായ പ്രയോഗം, അലക്കത്ത് എന്ന പ്രയോഗം, നുത്തുഫത്ത് എന്ന പ്രയോഗം, ബീജഗണത്തെക്കുറിച്ചുള്ള പ്രയോഗം, അല്ലേ, കഷ്ടം പോലെയുള്ള രക്തപിണ്ഡത്തെക്കുറിച്ചുള്ള ആ പ്രയോഗത്തെക്കുറിച്ചുള്ള ചർച്ച, പിന്നെ മനുഷ്യൻ കടിച്ചു തുപ്പിയ ഇറച്ചി കഷ്ടമെന്ന് അർത്ഥം വെക്കാവുന്ന മുളുകത്ത് എന്ന ആ പദപ്രയോഗം അമേരിക്കയിലെ ബിഷപ്പ്മാർ ലോകത്തോട് പറഞ്ഞു. 27-28 ദിവസം പ്രായമുള്ള ഗർഭത്തെ ഒന്ന് സ്കാൻ ചെയ്ത്, നമ്മൾ സാധാരണ സ്കാനിങ് റിപ്പോർട്ടുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന രൂപത്തിലല്ല ചിത്രം, മനസ്സിലാകുന്ന രൂപത്തിൽ ഒരു സ്കാനിങ് ചിത്രം പുറത്തു കൊണ്ടുവന്ന് ഇതുപോലൊരു സ്ക്രീനിലിട്ട് വലുതാക്കി കാണിച്ചു കൊടുത്താൽ അമേരിക്കയിലെ ഗൈനക്കോളജിസ്റ്റുകളായ ബിഷപ്പ്മാർ ലോകത്തോട് പറഞ്ഞത്, മനുഷ്യന്റെ പല്ല് പതിഞ്ഞ അടയാളം
27 ഡേയ്സ് അല്ലെങ്കിൽ 26, 27, 28 ദിവസമൊക്കെ പ്രായമായ ഒരു ഗർഭത്തെ പരിശോധിച്ചാൽ ഒരു ഇറച്ചിക്കട്ടം നിങ്ങൾക്ക് കാണാം. അതിൽ മനുഷ്യന്റെ പല്ല് പതിഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഖുർആനിലെ മുല്ലുഖത്ത് എന്ന പ്രയോഗം അത്ഭുതകരമാണ് പ്രിയപ്പെട്ടവരെ. യഖ്ലുഖുകും ഫീ ബുതൂനി ഉമ്മഹാതികും ഖൽഖം മിൻ ബഅദി ഖൽഖ് ഫീ ളുലുമാത്തിൻ സലാത്ത് എന്ന പരിശുദ്ധ ഖുർആനിലെ 39-ാം അധ്യായം സൂറത്ത് സുമറിലെ പ്രിയപ്പെട്ടവരെ ആ പ്രയോഗം അല്ലാഹു തആല പ്രയോഗിച്ചത് അത്ഭുതത്തോടു കൂടിയാണ് ശാസ്ത്രലോകം കണ്ടിട്ടുള്ളത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ പ്രവാചകൻ അള്ളാഹുവിന്റെ വഹീ പ്രകാരം പറഞ്ഞത് അള്ളാഹുവിന്റെ കലാമായതുകൊണ്ട് തെറ്റു സംഭവിക്കാതെ ആധുനിക ലോകത്തും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നിറങ്ങിയതാണോ ഇന്ന് വന്നതാണോ ഈ വാചകം എന്ന നിലക്കാണ് ആളുകൾ ഈ വിഷയങ്ങളെയൊക്കെ ചർച്ച ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ഒരു എരുമയുടെ, പശുവിന്റെ, ആടിന്റെ നക്കാലികളുടെ അകടിൽ നിന്ന് പുറത്തു വരുന്ന പാലിനെ കുറിച്ച് ഖുർആൻ പ്രയോഗിച്ച വാക്ക് നുസ്ഖീകും മിമ്മാ ഫീ ബുതൂനിഹി മിൻ ബൈനി ഫർസിൻ വദമിൻ ലബനൻ ഖാലിസ എന്ന പ്രയോഗം. എത്ര നല്ല ശുദ്ധമായ പാലാണ് ഒരു പശുവിന്റെ അകടിൽ നിന്ന് പുറത്തു വരുന്നത്. അത് എവിടുന്നാ വരുന്നത്? ആ പ്രയോഗം അത്ഭുതത്തോടു കൂടിയാണ് ലോകം വായിച്ചിട്ടുള്ളത്. രക്തത്തിന്റെയും അതിന്റെ കാട്ടത്തിന്റെയും ഇടയിലൂടെ കടന്നു വരുന്ന ആ ശുദ്ധമായ തൂവെള്ള പാലിനെ കുറിച്ച് ആലോചിക്കാനാണ് അള്ളാഹുവിന്റെ കലാം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, തേനീച്ചയെ കുറിച്ച് സംസാരിച്ചപ്പോ എന്ന പ്രയോഗമില്ലേ പ്രിയപ്പെട്ടവരെ? അതുപോലെ ഖുർആനിൽ എന്ന പ്രയോഗമില്ലേ? അവിടെ രണ്ടും പ്രയോഗിച്ചത് ഫീമെയിലിനോട് പറയുന്ന അർത്ഥത്തിലാണ്. ഇവിടെ എണീക്കൂ എന്ന് മലയാളത്തിൽ പറയാൻ, ഇംഗ്ലീഷിൽ പറയാൻ ഒരേ വാക്ക. ഗ്രാമറ്റിക്കൽ അതിന് വ്യത്യാസങ്ങളില്ല, അറബിയിൽ വ്യത്യാസമുണ്ടല്ലോ. ഇവിടെ പ്രയോഗിച്ച വാക്ക് പെൺ തേനീച്ചയോട് കൂടുകെട്ടാനാ, പെൺ തേനീച്ചയോട് തേന് ശേഖരിക്കാനാ. ശാസ്ത്രലോകം പറഞ്ഞു തേനീച്ചക്കൂട്ടിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ പെൺ തേനീച്ചയാണ് കൂടുണ്ടാക്കുന്നത്, പെൺ തേനീച്ചയാണ് തേന് ശേഖരിക്കാൻ വേണ്ടി പോകുന്നത് എന്ന് സയൻസിന്റെ ലോകം, ശാസ്ത്രലോകം, പ്രാണികളുടെ ലോകം ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ ഖുർആനിന്റെ ഈ പ്രയോഗം 1400 വർഷങ്ങൾക്ക് മുമ്പ് അത്ഭുതമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ് എൻ്റെ സംസാരം. പ്രിയപ്പെട്ടവരെ, ഖുർആനിലെ ഓരോന്ന് നിങ്ങൾ പരിശോധിച്ചോ. ഖുർആൻ ഒരു ബയോളജിയുടെയോ കെമിസ്ട്രിയുടെയോ ഫിസിക്സിന്റെയോ മാത്തമാറ്റിക്സിന്റെയോ ഗ്രന്ഥമല്ല. പക്ഷേ ഖുർആൻ പറഞ്ഞ ഒരു ബയോളജി ലോകത്ത് തെറ്റാണെന്ന് പറയാൻ, ഖുർആൻ പറഞ്ഞ ഒരു സയൻസ് ഇല്ല ലോകത്തത് തെറ്റാണെന്ന് പറയാൻ ഇന്ന് വരെ ഒരാൾക്കും സാധിച്ചിട്ടില്ല. ഈ ഖുർആനാണ് നമ്മുടെ കയ്യിലുള്ളത്. ഷെഹ്ർ എന്ന പ്രയോഗമുണ്ടല്ലോ, മാസം എന്ന പ്രയോഗം ഖുർആനിൽ നടത്തിയിട്ടുള്ളത് 12 സ്ഥലത്താ, 12 മാസമാണുള്ളത്. യൗമ് എന്ന പ്രയോഗം, ദിവസം എന്ന പ്രയോഗം ഖുർആനിൽ നടത്തിയത് 365 സ്ഥലത്താ. ഒരു വർഷത്തിൽ 365 ആയിട്ടാണ് ഞാനും നിങ്ങളും ദിവസങ്ങളെ എണ്ണാറുള്ളത്. അൽ ഹയാത്ത് വൽ മൗത്ത് എന്ന പ്രയോഗമൊക്കെ അത് 145 തവണകൾ പ്രയോഗിച്ചത് കാണാം. ദുനിയ എന്ന പ്രയോഗം, ആഖിറത്ത് എന്ന പ്രയോഗം 88 തവണ പ്രയോഗിച്ചത് കാണാം. ഞാനൊരു ചില ഉദാഹരണങ്ങൾ പറഞ്ഞതാ. അതുവരെ മനുഷ്യന് ചില ചിന്തകളും ആലോചനകളും കൊടുക്കുന്നുണ്ട് എന്ന് പറയാനാണ് ഞാനിത് സൂചിപ്പിച്ചിട്ടുള്ളത്. ഖുർആൻ ഒരു മാത്തമാറ്റിക്സിന്റെ ഗ്രന്ഥമല്ല, ബയോളജിക്കൽ ഗ്രന്ഥമല്ല, കെമിസ്ട്രി പഠിപ്പിക്കാനുള്ള ഗ്രന്ഥമല്ല. പക്ഷെ ഖുർആൻ മുന്നിൽ വെച്ച ഒരു പ്രയോഗം തെറ്റാണെന്ന് ലോകത്ത് ഇന്ന് വരെ പറയാൻ ഖുർആനിനെ വിമർശന ബുദ്ധിയോടുകൂടി പഠിക്കണമെന്ന് തീരുമാനിച്ചിട്ട് അവസാനം ഖുർആനിന്റെ ആളായി മാറുന്നതല്ലാതെ ലോക ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് സുണ്ടിക്കൊപ്പയിലെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവരോട്, ഫാമിലി കോൺഫറൻസിൽ പങ്കെടുക്കുന്നവരോട്, കുടുംബത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരോട് 2 വാക്ക് പറയുന്നു. ഒന്ന്, നിങ്ങൾ ഖുർആൻ പഠിക്കണം. 2, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്ത് പഠിക്കാൻ തയ്യാറാവണം. സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഫഇലിഹി വഖൗലിഹി വതക്രീരിഹി എന്ന് പറയുന്ന മുത്തുനബിയുടെ അവിടുത്തെ വാക്കുകളും പ്രവൃത്തിയും നമുക്ക് കാണിച്ചു തന്നത്, ദീനായി കാണിച്ചു തന്നത്, സമ്മതിച്ചു തന്നത്, പ്രവർത്തിച്ചു കാണിച്ചു തന്നത്, പറഞ്ഞു വെച്ച് തന്നത്, അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഞാനും നിങ്ങളും തയ്യാറാകണം. ഈ ഖുർആനും സുന്നത്തും ജീവിതത്തിൽ വീടിനുള്ളറകളിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ അവിടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾ ഫോണിന് അഡിക്റ്റായി മാറും, ടിവിയുടെ മുന്നിൽ അഡിക്റ്റായി മാറും. അതെ, ആ കമ്പ്യൂട്ടറിന്റെ സിസ്റ്റത്തിന്റെ മുമ്പിലിരുന്ന് ഉമ്മയും ബാപ്പയും അറിയാതെ ഹിസ്റ്ററികൾ ഡിലീറ്റ് ചെയ്ത് ആരും കാണുന്നില്ല എന്നൊരു തോന്നലിന്റെ അടിസ്ഥാനത്തിൽ ലോകരക്ഷിതാവായ റബ്ബിനെ മറന്നുകൊണ്ട് വാതിലും ജനലും ഒക്കെ കൊളുത്തിട്ട് അവർ റൂമിനുള്ളിലിരിക്കും. അവർ ഖുർആനിന്റെ അനുയായികളായി മാറിയാൽ
ഹദീസ് പഠിക്കാൻ തയ്യാറായാൽ, പരലോകബോധമുണ്ടായാൽ, ഖബറിൽ ഒറ്റയ്ക്ക് കിടക്കണമെന്ന ബോധമുണ്ടായാൽ, മരണാനന്തരം ഞാൻ ഒറ്റക്കാണ്, എന്റെ ഇന്റിമേറ്റ് ഫ്രണ്ടുകളില്ല, എന്റെ ചങ്കായി അറിയപ്പെടുന്ന കൂട്ടുകാരനില്ല, കൂട്ടുകാരിയില്ല, ഞാൻ ഒറ്റക്ക് പോകണം. എന്നെ ഏറെ സ്നേഹിച്ചവരും ആറടി മണ്ണിലേക്ക് വെച്ച് 3 പിടി മണ്ണും വാരിയിട്ട് പ്രിയപ്പെട്ടവരെ ഏറി വന്ന തസ്ബീത്തും ചൊല്ലിയിട്ട് ആ ഖബർ വിട്ട് പോകുമ്പോ കാലടി ശബ്ദം ഖബറിലേക്ക് കേൾക്കുമാറ് എന്നെ എഴുന്നേൽപ്പിച്ചിരുത്തി ചോദ്യം തുടങ്ങുമ്പോ ഞാൻ ഒറ്റക്കാണ്, എന്റെ ഒരു കൂട്ടുകാരനുമില്ല, എനിക്ക് പോകാൻ, ഞാൻ വിളിച്ചാൽ ഓടി വരാൻ, എന്റെ കോളേജിന്റെ പ്രശ്നം തീർക്കാൻ, എന്റെ റോഡിലുണ്ടായ പ്രശ്നം തീർക്കാൻ ഞാൻ വിളിച്ചപ്പോൾ ഓടി വന്ന ഒരു കൂട്ടുകാരനും വരാത്ത കൂരിരുട്ടുള്ള ഖബറിൽ അല്ലെങ്കിൽ ബർസഖിന്റെ ലോകത്ത് കിടക്കേണ്ടവനാണ് ഞാൻ എന്ന ബോധം നിങ്ങൾക്കുണ്ടോ? അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമുണ്ടോ? ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ദിശാബോധത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയും. സർവശക്തനായ അല്ലാഹു തആല എനിക്കും നിങ്ങൾക്കും ആ ബോധവും ചിന്തയും ആത്മവിചിന്തനം നടത്താനുള്ള സാഹചര്യങ്ങളും സർവശക്തനായ അല്ലാഹു തആല എനിക്കും നിങ്ങൾക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു തആല എൻ്റെ ഈ സംസാരത്തെ നിങ്ങളിലേക്കുള്ള ഒരു വലിയ വിഷയങ്ങളിലേക്കുള്ള ഒരു താക്കോലായി, ഇതിൽ നിന്ന് നിങ്ങൾ പലതും തുറന്നു വായിക്കാനും ചിന്തിക്കാനും പറ്റാവുന്ന വിധത്തിലുള്ള ഒരു കൊച്ചു സംസാരമാക്കി അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു തആല അവൻ്റെ ഇഷ്ടദാസന്മാരിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. മുസ്ലിമായതിൻ്റെ പേരിൽ മാത്രം വേദനിക്കുന്ന മനുഷ്യർക്ക്, നാട്ടിൽ ജീവിക്കുന്ന ആളുകൾക്ക്, രാജ്യങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു നിർഭയത്വം നൽകുമാറാകട്ടെ. അല്ലാഹുവേ, മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹുവേ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ. അല്ലാഹ് ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.